എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ജീവിതത്തിൽ നമ്മൾ എല്ലാ ദിവസവും നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇത്തരം സമയങ്ങളിൽ സമ്മർദ്ദം അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ്. എന്നാൽ യഥാർത്ഥ പ്രശ്നം എന്തായിരിക്കും? ആ പിരിമുറുക്കത്തിന്റെ കാരണം എന്തായിരിക്കാം? വീട്ടിലെ വഴക്കുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഓഫീസിലെ ജോലി, ഭാവിയെക്കുറിച്ചുള്ള ഭയം, ഭൂതകാലത്തെക്കുറിച്ചുള്ള വേദന, എന്തിനും സമ്മർദ്ദം ഉണ്ടാകാം. നിങ്ങൾക്ക് സമ്മർദ്ദം അനുഭവപ്പെടുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. സമ്മർദ്ദം നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? സമ്മർദ്ദം അനുഭവപ്പെടുമ്പോൾ തലവേദന, വിശപ്പില്ലായ്മ, നടുവേദന, നെഞ്ചുവേദന, ഉറക്കക്കുറവ് തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇത്തരം സമ്മർദ്ദങ്ങളെ എങ്ങനെ തരണം ചെയ്യാമെന്നും ശാന്തത പാലിക്കാമെന്നും നമുക്ക് നോക്കാം. വരൂ. എല്ലാവരും പറയുന്നു നിങ്ങൾക്ക് സമ്മർദ്ദം അനുഭവപ്പെടുമ്പോൾ പുസ്തകങ്ങൾ വായിക്കണം, നൃത്തം ചെയ്യണം, ഇഷ്ടമുള്ളത് ചെയ്യണം എന്നൊക്കെയാണ്. ഇതെല്ലാം ശരിയാണ്. പക്ഷെ എല്ലാവർക്കും അത് സാധ്യമാകണമെന്നില്ല. ഏത് സാഹചര്യത്തിലും സമ്മർദ്ദത്തെ അതിജീവിക്കുവാൻ ലോകാരോഗ്യ സംഘടന ചില മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്നാമതായി, മാനസിക പിരിമുറുക്കം അനുഭവപ്പെടുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് നമ്മുടെ ദൈനംദിന ജോലികൾ ശരിയായി ചെയ്യുവാൻ കഴിയില്ല എന്നതാണ്. കാരണം ആ ജോലികളിൽ നമുക്ക് പൂർണ്ണമായി മുഴുകുവാൻ സാധിക്കില്ല. പൂർണ്ണമായി മുഴുകിയാൽ മാത്രമാണ് നമുക്ക് ആ ജോലികൾ നന്നായി ചെയ്തു തീർക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കുടിക്കുന്ന കാപ്പി, കാപ്പിയുടെ മണം, കാപ്പി കുടിക്കുമ്പോൾ നമ്മൾ ഇരിക്കുന്ന ചുറ്റുപാട്, കാപ്പിയുടെ കപ്പിന്റെ സ്പർശനം, കാപ്പിയുടെ രുചി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ മനസ്സുകൊണ്ട് അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് ആ സമയവും നന്നായി കടന്നു പോകുവാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ സമ്മർദ്ദത്തിന്റെ ചിന്തകൾ മനസ്സിൽ നിന്ന് ഒഴിവായി പോവും. സമ്മർദ്ദകരമായ ചിന്തകൾ നിങ്ങളെ ആഗിരണം ചെയ്യുന്നത് തടയുന്നുവെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് ഓർത്തു വെക്കുവാൻ ശ്രമിക്കണം. ചിന്തകൾ നിങ്ങളെ നിങ്ങളുടെ ഭാവനയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ എവിടെയാണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ് മടങ്ങി വരാൻ ശ്രമിക്കണം. രണ്ടാമതായി, സമ്മർദ്ദത്തിൽ നിന്ന് സ്വയം മോചനം നേടണം. ഇത് സംഭവിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ആ സമ്മർദ്ദത്തിന്റെ ചൂണ്ടയിൽ കുടുങ്ങാതെ ശ്രദ്ധിക്കണം. ഇതിന്റെ ഉറവിടം ആദ്യം അറിയണം. അപ്പോൾ നിങ്ങൾക്ക് സ്വയം ഇതിൽ നിന്നും മോചനം നേടുവാൻ സാധിക്കും. സമ്മർദ്ദത്തിന് കാരണമാകുന്ന പ്രശ്നം ആദ്യം നമ്മൾ തന്നെ സ്വയം അറിയണം. എന്നിട്ട് അത് നമ്മൾ മനസ്സുകൊണ്ട് മനസ്സിലാക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കാതെ മുൻപോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ സമ്മർദ്ദം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതിനാൽ ആദ്യം അത് മനസ്സിലാക്കണം. തുടർന്ന് നിങ്ങളുടെ ജോലിയിൽ പൂർണ്ണമായും മുഴുകുവാൻ ശ്രമിക്കണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സമ്മർദ്ദം ഒരു പരിധി വരെ കുറയ്ക്കുവാൻ സാധിക്കും. മൂന്നാമതായി, സമ്മർദ്ദത്തിലിരിക്കുമ്പോൾ നിങ്ങളുടെ മൂല്യങ്ങളും ഉത്തരവാദിത്വങ്ങളും ഓർക്കണം. നമ്മൾ പിന്തുടരുന്ന മൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ സമൂഹത്തോട് പറയണം. മൂല്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും വാക്കുകളിലല്ലെന്നും നമ്മുടെ കൈകളിലാണെന്നും കാണിച്ചു കൊടുക്കണം. നിങ്ങൾ എത്ര സമ്മർദ്ദത്തിലായാലും നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നമ്മൾ നമ്മുടെ നിത്യേനയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അതിൽ ഒരു മടിയും കാണിക്കുവാൻ പാടില്ല. ഇനി മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, നമുക്കൊരിക്കലും വിജയിക്കുവാനും സാധിക്കില്ല. സമ്മർദ്ദത്തിന് കാരണമാകുന്ന ചില കാര്യങ്ങൾ നമുക്ക് മാറ്റുവാൻ കഴിയില്ല. അതിനാൽ ഇവ പൂർണ്ണമായും അവഗണിക്കണം. നമ്മളെ കൊണ്ട് മാറ്റാൻ കഴിയാത്തവ മാറ്റാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ അങ്ങനെ മുൻപോട്ട് പോവുകയും മൂല്യങ്ങളോടെ നമ്മുടെ ജോലിയിൽ തുടരുകയും ചെയ്യണം. ഒടുവിൽ നാലാമത്തേത്, സ്നേഹം. എത്ര പിരിമുറുക്കമുണ്ടായാലും കുട്ടികളോട് ദേഷ്യപ്പെടരുത്. നമ്മുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അവർ അർഹിക്കുന്ന സ്നേഹം നൽകണം. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലാക്കുകയും ശാന്തത പാലിക്കുകയും സമ്മർദ്ദത്തെ അതിജീവിക്കുകയും ചെയ്യണം. എന്നിരുന്നാലും സമ്മർദ്ദം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ യോഗ, വ്യായാമം എന്നിവ ചെയ്യുന്നത് തുടരണം. ഇതിലൂടെ നമുക്ക് സമ്മർദ്ദം പൂർണ്ണമായും കുറയ്ക്കുവാൻ സാധിക്കും. കൂടാതെ വാഴപ്പഴം, പൈനാപ്പിൾ, പരിപ്പ്, ഉണങ്ങിയ പഴങ്ങൾ എന്നിവ സ്ഥിരമായി കഴിക്കണം. ഇതിലൂടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ സെറാട്ടോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് സന്തോഷമായിരിക്കുവാനും സാധിക്കുന്നു. മേൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും തുടർന്നുകൊണ്ടേയിരിക്കണം. സമ്മർദ്ദമില്ലാതെ സമാധാനപരവും സന്തോഷകരവുമായൊരു ജീവിതം നമ്മൾ നയിക്കണം. ആരോഗ്യം ഏറ്റവും പ്രധാനമാണ്. ശാരീരികമായും മാനസികമായും നമ്മൾ ശക്തരായിരിക്കുവാൻ ശ്രമിക്കണം. നമ്മൾ ശാന്തനാണെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബവും നമ്മുടെ ചുറ്റുമുള്ള ഈ ചെറിയ ലോകവും ശാന്തമാവുകയുള്ളൂ.